ഗൂഗിളിൽ തിരഞ്ഞാൽ നിങ്ങളുടെ കിളിപോകുന്ന കേരളത്തിലെ 10 വിചിത്ര സംഭവങ്ങളും നിഗൂഢതകളും. ചുവന്ന മഴ. 2001 കോട്ടയത്തും പരിസരങ്ങളിലും പെയ്ത ചുവന്ന മഴ ഇന്നും ഒരു നിഗൂഢതയാണ്. ശാസ്ത്രജ്ഞർ ആദ്യം അത് അന്യഗ്രഹജീവികളുടെ കോശങ്ങളാണെന്ന് സംശയിച്ചു. ഇന്നും ഇതിന് യഥാർത്ഥ കാരണം കൃത്യമായി തെളിയിക്കാനായിട്ടില്ല. വിസിലടിക്കുന്ന യക്ഷി. മണ്ണാറശാലയിൽ അർദ്ധരാത്രിക്ക് ശേഷം ഇവിടുത്തെ ചില കാട്ടുപ്രദേശങ്ങളിൽ നിന്നും പഴയ പറമ്പുകളിൽ നിന്നും കേൾക്കുന്ന ആ വിസിലടി ശബ്ദം ഇവിടെ ഉള്ളവർക്ക് പരിചിതമാണ്. കാറ്റിൻ്റെ ശബ്ദമെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റാത്ത വിധം ഭീതിജനകമാണ് ആ താളം. മാന്ത്രിക വെളിച്ചം. കണ്ണൂരിലെ കാവായിക്കായലിൽ അർദ്ധരാത്രികളിൽ വെള്ളത്തിന് മുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ആ നീല വെളിച്ചം ഇന്നും നാട്ടുകാരെ ഭയപ്പെടുത്തുന്നു. ഫോസ്ഫറസ് ആണെന്ന് ശാസ്ത്രം പറയുമ്പോഴും നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമാകുന്ന ആ വെളിച്ചത്തിൻ്റെ രഹസ്യം ആർക്കും അറിയില്ല. കല്ലേറ് വീട്. വർഷങ്ങൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂരിലെ ഒരു വീട്ടിൽ മേൽക്കൂരയില്ലാത്ത മുറികളിലേക്ക് പോലും എവിടെ നിന്നോ കല്ലുകൾ വന്ന് വീണിരുന്നു. പോലീസ് കാവൽ നിന്നിട്ട് പോലും കല്ലുകൾ എവിടെ നിന്ന് വരുന്നു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ ആ കുടുംബത്തിന് വീട് ഒഴിഞ്ഞു പോകേണ്ടി വന്നു. മരണച്ചുഴികൾ. ആലുവയിലെ മണപ്പുറത്തുനിന്ന് അടുത്തുള്ള പുഴയിലെ ചില ഭാഗങ്ങളിൽ നിന്ന് നീന്തൽ വിദഗ്ധർ പോലും പെട്ടെന്ന് അപ്രത്യക്ഷമാകാറുണ്ട്. അടിത്തട്ടിലെ നിഗൂഢമായ ഗുഹകളും വിചിത്രമായ ജലപ്രവാഹങ്ങളുമാണ് ഇതിന് പിന്നിലെന്ന് പറയപ്പെടുന്നുവെങ്കിലും കൃത്യമായ മാപ്പ് ഇന്നും സാധ്യമായില്ല. ഇരട്ടക്കുട്ടികളുടെ രഹസ്യം. മലപ്പുറത്തെ കൊടിനി ഗ്രാമത്തിൽ ലോകത്ത് മറ്റെവിടെയുമുള്ളതിനേക്കാൾ കൂടുതൽ ഇരട്ടക്കുട്ടികളാണ് ജനിക്കുന്നത്. അന്താരാഷ്ട്ര ശാസ്ത്രജ്ഞർ വന്ന് ഇവിടുത്തെ വെള്ളവും മണ്ണും വരെ പരിശോധിച്ചിട്ടും ഇതിൻ്റെ യഥാർത്ഥ ജനിതക രഹസ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആത്മഹത്യാ കൊക്ക. വാഗമണ്ണിലെ മനോഹരമായ ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ഒരു പ്രത്യേക താഴ്വരയിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന എന്തോ ഒന്നുണ്ടെന്ന് പറയപ്പെടുന്നു. അശ്രദ്ധ കൊണ്ട് മാത്രമല്ല, പലരും ഇവിടെ എത്തുമ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് മാറുന്നതായി പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഭൂഗർഭ അറകൾ. പാലക്കാട് ടിപ്പു സുൽത്താൻ്റെ കോട്ടയിലെ ചില ഭൂഗർഭ അറകൾ ഇന്നും അടഞ്ഞുകിടക്കുകയാണ്. ഇതിനുള്ളിലേക്ക് പോയ ചിലർ പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിന് രേഖകളില്ല. സുരക്ഷാ കാരണങ്ങളാൽ സർക്കാർ ഇവിടം പൂർണ്ണമായും സീൽ ചെയ്തിരിക്കുകയാണ്. പള്ളിയിലെ മണിമുഴക്കം. കുന്നംകുളത്തുള്ള പഴയ പള്ളിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ആരും തൊടാത്ത തന്നെ അർദ്ധരാത്രികളിൽ വലിയ പള്ളി മണി മുഴങ്ങുകയായിരുന്നു. പള്ളിയുടെ ചരിത്ര രേഖകളിൽ പോലും ഈ നിഗൂഢ സംഭവം കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. കരിന്തണ്ടൻ്റെ ശാപം. താമരശ്ശേരി ചുരം കണ്ടുപിടിച്ച കരിന്തണ്ടൻ എന്ന ആദിവാസി യുവാവിനെ ചതിച്ചു കൊന്ന ബ്രിട്ടീഷുകാർക്ക് ശേഷം ആ ആത്മാവ് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടു എന്നാണ് ഐതിഹ്യം. എന്നാൽ ഇന്നും ആ ചങ്ങലകൾ മരത്തിനൊപ്പം വളരുന്നു എന്ന പച്ചയായ യാഥാർത്ഥ്യം ഗൂഗിളിൽ തിരഞ്ഞാൽ നിങ്ങൾക്ക് കാണാം.